നോക്കൂ അനിൽ നമ്പ്യാർ, ഞാൻ 2004 ആദ്യമായിട്ടൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവിടെ നിന്ന് ഈ കഴിഞ്ഞ 20 വർഷക്കാലത്തെ എന്റെ അനുഭവം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എന്റെ നാടായ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഇപ്പോ എന്താ വെച്ചാൽ എന്നെ അറിയാത്തവരായിട്ട് ആരുമില്ല. അതിന്റെ പ്രധാന കാരണക്കാര് നിങ്ങൾ ജനം ടി വി ആണ്. ജനത്തിന്റെ എന്നോട് നിങ്ങൾ കാണിച്ച സഹകരണ മനോഭാവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ഞാൻ ആലോചിച്ചു, ഞാൻ മറ്റു ചാനലുകളിലൊക്കെ പങ്കെടുത്തിട്ടും എന്നെ ആരും അറിയുന്നില്ല. അപ്പൊ എന്നോട് പരിചയപ്പെടാൻ വരുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ജനം ഞങ്ങൾ കാണും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ ജനത്തിനുള്ള ജനപ്രിയത എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് കുറച്ച് ആൾക്കാർ എന്നോട് ഇടപഴകുന്ന രീതിയും, എന്റെ നാട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ നന്നാവുന്നുണ്ട് ചർച്ച, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള പറച്ചിലൊക്കെ നമുക്ക് വളരെയധികം ആത്മവിശ്വാസം പകരുന്നു. നിങ്ങളുടെ റേറ്റിംഗിൽ നിങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒരു ട്രിപ്പിൾ ജമ്പ് ചാടിയിട്ട് നിങ്ങൾ 4ഓ 5ഓ സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞപ്പോ മറ്റെല്ലാവരെയും പോലെ തന്നെ അതിലെ അഭിമാനം കൊണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, തലനാരിഴ കീറിയിട്ട് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ അനിൽ നമ്പ്യാരായാലും ായാലും ഉമേഷ് ആയാലും ലക്ഷ്മി ആയാലും കാണിക്കുന്ന വ്യഗ്രതയൊക്കെ ജനങ്ങൾ അങ്ങേയറ്റം അംഗീകരിക്കുന്നു എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ സ്റ്റുഡിയോന്റെ അകത്തിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു സർവേ നടത്താൻ പറ്റില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക്, ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായും ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ വ്യഗ്രതയ്ക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരം വളരെ വലുതാണെന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. മറ്റതൊന്നും ഇവിടെ പലരും പറഞ്ഞിട്ടുള്ളൊരു സംഗതി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. 2010 എന്നെ ഒരു ചർച്ചയ്ക്ക് ഒരു ചാനൽ വിളിച്ചു. അതൊരു തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ടിട്ട് KSRTCയിലെ ഒരു സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയായിരുന്നു. ഞാൻ സ്റ്റുഡിയോയിൽ ചെന്നപ്പോ അവിടുന്ന് എന്നോട് അവർ പറഞ്ഞു, തൊഴിലാളികൾക്ക് എതിരായിട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ തൊഴിലാളികളെ വിമർശിക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോ അവരെന്നെ ആ ചർച്ചയിൽ പങ്കെടുപ്പിക്കാതെ എന്നെ തിരിച്ചു പറഞ്ഞ അനുഭവം എനിക്കുണ്ട്. അപ്പൊ എന്നെ നിങ്ങൾ ഏകദേശം ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 9 മാസത്തിലിടയ്ക്ക് എന്നെ ഒരു 40ഓ 50ഓ ചർച്ചകൾക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു ഡിമാൻഡുകളും പറയാനില്ല. ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തോടുള്ള ഒരു രാഷ്ട്രീയ മനോഭാവത്തിന് എതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊന്നുമില്ലാത്ത നിങ്ങളുടെ അവസ്ഥയെ ഞാൻ അങ്ങേയറ്റം മാനിക്കുന്നു. കാരണം എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറില്ലാത്തൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്. നിങ്ങൾ സിദ്ധാർത്ഥന്റെ മരണത്തിലായാലും, നിങ്ങൾ ഈ കിഡ്നി മാഫിയ, ഇപ്പോഴത്തെ അവയവ മാഫിയയിൽ നിങ്ങൾ കാണിച്ച തൃഷ്ണയിലായാലും കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. നിങ്ങളുടെ ഈ 10 വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് അപൂർവമായ ഈ വിജയം കൊയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ച വ്യഗ്രതയ്ക്കും നിങ്ങൾ കാണിച്ച ശുഷ്കാന്തിക്കും എല്ലാ കാലത്തും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ഇത് തൃശ്ശൂർ പൂരത്തിൻ വെടിക്കെട്ടിന്റെ തലേ ദിവസത്തെ സാമ്പിൾ വെടിക്കെട്ട് പോലെ ആവട്ടെ എന്നും, ഇനിയും ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾക്ക് ഇതുപോലൊരു അവസരം വരികയാണെങ്കിൽ നിങ്ങളുടെ കുതിപ്പ് ഇന്നത്തേതിന്റെ 4 ഇരട്ടിയായി വർദ്ധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ ഹരിദാസ്. ഇനിയും തുടർന്നും സഹകരിക്കുക കേട്ടോ.